ചെങ്കടൽ ആക്രമിക്കാൻ ഹൂത്തികൾ തയ്യാറെടുപ്പ് തുടങ്ങി. ബാബുൽ മന്ദബ് അടക്കമുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയുന്നു. അതോടനുബന്ധിച്ച് തന്നെ ബാബുൽ മന്ദബിന്റെ മേഖലയിൽ നിന്ന് വെടിയൊച്ച കേട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഈ മേഖലയിൽ കപ്പൽ ആക്രമണം നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാന് എതിരെ അമേരിക്ക എത്രത്തോളം കഠിനമായിരിക്കുന്ന ഇടപെടൽ നടത്തുന്നോ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഈ മേഖലയെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ചില നിഗൂഢമായിരിക്കുന്ന സംഭവങ്ങൾ ഈ യുദ്ധത്തിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. അതിലൊന്നാണ് പ്രോക്സി വിഭാഗം, ഷിയ മിലീഷ്യ വിഭാഗങ്ങളോട് സംഘടിച്ച് ഏകോപനത്തോടു കൂടി നിൽക്കാനുള്ള ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള മീഡിയകളിലും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പോസ്റ്റിലും ജെറുസലേം പോസ്റ്റിലും അത് പ്രത്യക്ഷമായിട്ടുണ്ട്. അത് ഏത് തരത്തിൽ എങ്ങനെ ആക്രമണം എന്നല്ല, ജെറുസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടന്നിട്ടുണ്ട് ഇറാനിൽ നിന്ന് എന്നുള്ളത് മാത്രമാണ്. ഏത് ഏരിയ എത്രത്തോളം നാശമുണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ ഒരു ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇതിൻ്റെ കൂടെ ഇല്ല. മറ്റൊരു ചാനലിലും ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നുമില്ല. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇവിടെ 100-ലധികം മിസൈലുകൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ അവരുടെ ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 40ഓളം യുദ്ധവിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണം യമനിലെ ഹൂത്തികൾക്കുണ്ട്. അവർ ഏറെക്കുറെ ഒരു വർഷത്തോളം അമേരിക്കയുമായി നേർക്കുനേരെ കടൽ യുദ്ധം നടത്തിയതാണ്. അങ്ങനെ അമേരിക്ക പരാജയപ്പെടുകയും പിന്നീട് വെടിനിർത്തൽ പ്രകാരമാണ് യുദ്ധ അവസാനം ഉണ്ടാവുകയും ചെയ്തത്. അതിന് സമാനമായിരിക്കുന്ന തുടർച്ച ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. ബാബുൽ മന്ദബ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന യമന്റെ നിയന്ത്രണത്തിലുള്ള, അത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഏരിയകളാണ്. അതൊരു ഇടുങ്ങിയ കടൽപാതയാണ്. ഹോർമുസ് കടലിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് ചെങ്കടൽ കഴിഞ്ഞ് ഈ ബാബുൽ മന്ദബ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേർഷ്യൻ കടലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഈ വഴിയിലൂടെയാണ് സൗദി അറേബ്യയുടെ പെട്രോളിയം ഏറ്റവും കൂടുതൽ, അതായത് 75% എന്ന് വരെ പറയുന്നുണ്ട്, പോകുന്നത്. അതെല്ലാം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുന്ന സമയത്ത് 2 മേഖലയും അടക്കപ്പെട്ടു. ഒന്ന് ഹോർമുസ് മേഖല ഇറാന്റെ നിയന്ത്രണത്തിൽ, ഇവിടെ ബാബുൽ മന്ദബ് ഹൂത്തികളുടെ നിയന്ത്രണത്തിൽ. ബാബുൽ മന്ദബ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലും കൂടെ വരുന്ന സമയത്ത് ഏകദേശം നല്ലൊരു ശതമാനം പെട്രോളിയം കപ്പലുകളും തടയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ഏകദേശം $65 ബാരൽ എണ്ണയുടെ വില കുറഞ്ഞിരുന്നു. അത് കൂടി ഇപ്പോൾ 80ന്റെ മേലെ എത്തിയിട്ടുണ്ട്. ഹൂത്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, $200 ബാരലിന് എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വല്ലാതെ വൈകാതെ എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആയുധങ്ങൾ, മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഹൂത്തികൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ ചെങ്കടൽ കടന്ന് ബാബുൽ മന്ദബിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ആക്രമണത്തിൻ്റെ പെരുമഴ തുടങ്ങും. ഇപ്പോൾ അമേരിക്ക ഏത് തരത്തിൽ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതികൾ നോക്കുന്ന സമയത്ത് ഹോർമുസ് പൂർണ്ണമായിട്ടും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഒറ്റപ്പെട്ട കപ്പലുകൾ പോകുന്നു, അതിനെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. 2 പാത, സമാന്തര പാതയായിട്ട് ഒമാനോട് കൂടി ചേർന്ന് ഒമാനും കൂടി സംയുക്തമായ രീതിയിൽ അമേരിക്ക തുറന്നിട്ടുണ്ട്. 2 പാതയാണ് തുറന്നത്. അത് ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ താല്പര്യപൂർവ്വം തുറന്നതല്ല. കാരണം ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ലാത്തൊരു രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. വലിയ സൗഹൃദ രാജ്യമാണ്, മധ്യസ്ഥ രാജ്യവുമാണ്. പക്ഷെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സൗദി അറേബ്യ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞങ്ങൾ ഒപ്പിടേണ്ടി വന്നത് എന്ന് അവർ പറഞ്ഞൊരു കാര്യമാണ്.
അപ്പോൾ ഈ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യും. അമേരിക്ക എന്താ പറയാന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇനി ഒരു ഇടപെടൽ നടത്തില്ല, നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തില്ല, മാത്രവുമല്ല നിങ്ങളുടെ ഏരിയകളിൽ തങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയും. ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവണം എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റുമാർ പറയുമ്പോഴും അവരെ സാമ്പത്തിക രീതിയിലോ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലോ പിടിച്ചു നിർത്തുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. രാജഭരണ സംവിധാനത്തിനപ്പുറമായ രീതിയിൽ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ. കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനം ഉള്ള രാജ്യമാണല്ലോ ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജനാധിപത്യ രാജ്യങ്ങളുള്ള പല രാജ്യങ്ങളെയും അമേരിക്ക ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പറയുന്നത് പോലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതും ഇതിൻ്റെ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ചെങ്കടലിൻ്റെ നിയന്ത്രണം ഹൂത്തികളുടെ കയ്യിലേക്ക് ഒതുങ്ങുകയും ഇറാന്റെ കയ്യിലേക്ക് അവരുടെ കടലിടുക്കായിരിക്കുന്ന ഹോർമുസിന്റെ നിയന്ത്രണം എത്തുകയും ചെയ്യുന്നതോടുകൂടി പിന്നീട് അമേരിക്കക്ക് നിയന്ത്രണം നഷ്ടപ്പെടും. മേഖലയിലെ സർവ്വ സാമ്പത്തിക ഏരിയകളും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണവും ഇറാന്റെ പക്കലേക്ക് വരും. അത് ഹൂത്തികൾ മാത്രമല്ല, ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനോടും ഏകോപിക്കാനും സംഘടിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിലാണ്. ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി തരും എന്നൊക്കെ ആ വിഷയമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഹൂത്തികൾ ഒരു ഭാഗത്ത്, ഹിസ്ബുള്ള ഗ്രൂപ്പ് മറ്റൊരു ഭാഗത്ത്, ഇറാഖിലെ ഷിയ മിലീഷ്യ വിഭാഗം വേറൊരു ഭാഗത്ത്, ബഹ്റൈനിലും യഥാർത്ഥത്തിൽ മിലീഷ്യ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് ഒരേ രീതിയിൽ ആക്രമണം നടത്തുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് കൂടി അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇത് മുന്നേറിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുക. അതായത് ഇപ്പോൾ മുൻപ് അമേരിക്ക പറഞ്ഞ രീതിയല്ല ഇപ്പോൾ പറയുന്നത്. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. ഇറാൻ്റെ ഭരണത്തെ അട്ടിമറിക്കുന്നു, പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നു, ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കുന്നു, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നു, അവിടെയുള്ള ഭരണാധികാരികൾ ഒന്നുകിൽ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയുന്നു. ഈ തരത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള അമേരിക്കയുടെ നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് അങ്ങനെയൊന്നും നടക്കുന്ന കേസല്ല എന്ന് അവർക്ക് മനസ്സിലായി. ചെറിയ ചെറിയ ഇളവുകളോടുകൂടിയാണ് പിന്നെ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ പറയുന്നത്, ഹോർമുസിൻ്റെ നിയന്ത്രണം അമേരിക്ക കിട്ടണം. അമേരിക്ക ഇപ്പം തന്നെ സമാന്തര പാത ഉണ്ടാക്കിയ സമയത്ത് അവിടെ നിന്ന് 25% ചുങ്കം പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ അമേരിക്ക അറേബ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇറാന് ചുങ്കം പിരിക്കുന്നതിന് വലിയ ശക്തമായ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നിങ്ങൾ സ്വന്തമായിട്ട് ഈ മേഖലയിലൂടെ പിരിവ് നടത്തുക എന്ന് പറയുന്നത് അതത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ള എതിർപ്പുള്ളതോടുകൂടി ആ ചുങ്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി. പക്ഷേ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അത് ഒമാന്റെ തീരം ചേർന്ന് കൊണ്ടുള്ള സമാന്തര പാതയുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണാവകാശം അമേരിക്കക്ക് കിട്ടുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയത്. ഇതാണ് ഇറാൻ തകർത്തു എന്ന് മാത്രമല്ല, ഏകദേശം 100 മുതൽ 120 വരെ കപ്പലുകൾ ഒരേ സമയത്ത് സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ദിവസം സഞ്ചരിച്ചിരുന്ന ഒരു പാതയാണ് ഹോർമുസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അത് എണ്ണപ്പെട്ട 2 അല്ലെങ്കിൽ 3 മാത്രമാണ് ഇന്ന് അവിടെ ഈ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഇറാൻ്റെ അനുമതിയോടുകൂടി. അനുമതി ഇല്ലാത്ത കപ്പലുകളൊക്കെ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെടിവെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിസൈൽ പായിച്ചുകൊണ്ട് തകർക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കപ്പൽ പോകുന്നു, കപ്പലിലുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, അതിലുള്ള ജീവനക്കാർക്ക് അപായം പറ്റുന്നു. ഇതിനെല്ലാത്തിനും കൂടി ആരും യോജിക്കുന്നില്ല എന്നതിനാൽ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.